തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിൽ അവിടുത്തെ ജനങ്ങളെല്ലാം തല കൊണ്ട് ഈ തേങ്ങ അടിച്ചു പൊട്ടിക്കും. എൻ്റെ അമ്മ അതെ ആ ചേച്ചിയുടെ അടുത്തെത്തി കേട്ടോ. സിസ്റ്റർ എപ്പടി ഇരുന്നത് പെയിൻ എടുക്കുക. തലയൊക്കെ പൊട്ടി ആൾക്കാർ പോകുന്നുണ്ടോ? ഇതൊന്നും കണ്ടു നിൽക്കാൻ പോലും ചിലപ്പോൾ പറ്റത്തില്ല കേട്ടോ. അതായത് ആയിരക്കണക്കിന് ജനങ്ങൾ നാളെ അവിടെ അവരുടെ തല കൊണ്ട് ഈ തേങ്ങ അടിച്ച് പൊട്ടിക്കുക. ഇനി തേങ്ങ എന്നല്ല, വലിയ പാറക്കല്ലെടുത്ത് കൊടുത്താലും അവർ തല കൊണ്ട് അതിനെ അടിച്ച് പൊട്ടിക്കുമെന്നാണ് പറയുന്നത് കേട്ടോ. എന്താണ് അവിടുത്തെ ജനങ്ങളുടെ തലയ്ക്ക് ഇത്ര ശക്തി? എങ്ങനെ തേങ്ങ അടിച്ചാൽ തല പൊട്ടത്തില്ലേ? അതെല്ലാം ക്ലിയർ ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇത്തവണത്തെ യാത്ര എന്ന് പറയുന്നത്. ഒരു കാര്യം കൂടെ ഉണ്ട്, നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് കിട്ടുന്ന ഫുൾ റവന്യൂ നമ്മൾ വയനാട്ടിലേക്ക് കൊടുക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. ഇതെല്ലാവരും കാണുക, മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങളെ കൊണ്ടൊക്കെ പറ്റുന്ന രീതിയിൽ ഷെയർ ചെയ്യുക. കാരണം നിങ്ങൾ ഓരോരുത്തരും ഇത് കാണുമ്പോഴും നിങ്ങളുടെ ഒരു ചെറിയ സംഭാവന കൂടെ ഇതിനകത്തേക്ക് വരികയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരുമിച്ച് നേരെ പോകുന്നത് തമിഴ്നാട്ടിലെ കരൂരിലേക്കാണ്. യെസ്, നമ്മളെ വേളാങ്കണ്ണി ബസ്സിലാണുള്ളത്. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ബസ്സാണ്. അതായത് പല ദൈവങ്ങളുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന, പല മതക്കാരുടെ ദൈവങ്ങളുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു ബസ് കൂടിയാണിത്. അതായത് തഞ്ചാവൂർ പോകണമെങ്കിൽ തഞ്ചാവൂർ പോകാം, ഇനി വേളാങ്കണ്ണി പോകണമെങ്കിൽ വേളാങ്കണ്ണി പോകാം. അങ്ങനെ ഒത്തിരി ദൈവങ്ങളുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു ബസ്സിലാണ് നമ്മളിന്ന് പോകുന്നത്. ആ ഒരു വ്യത്യസ്തമായിട്ടുള്ള തമിഴ്നാടിൻ്റെ ഗ്രാമത്തിലേക്കുമാണ്. അപ്പോൾ വൈകിട്ട് 6:40 നമ്മുടെ വടക്കുന്നാഥൻ്റെ മണ്ണിൽ നിന്നും ഞാൻ അങ്ങോട്ട് യാത്ര തിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഒരു മനോഹരമായിട്ടുള്ള ഗാനം കേട്ടിട്ടുണ്ടോ? ജെമിനി ഗണേശനും അതുപോലെ തന്നെ സരോജാ ദേവിയും അഭിനയിച്ച് പി സുശീലാമ്മ പാടി AM രാജ സംഗീതം നിർവഹിച്ച മനോഹരമായിട്ടുള്ള ഒരു സിനിമയിലെ ഗാനമാണ് കേട്ടോ. ഈ സിനിമയുടെ പേരാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ആ പേരുമായിട്ട് വളരെയേറെ ബന്ധമുണ്ടെന്ന് പറയാം. അതായത് ആടിപ്പെറുക്ക്. 1962 ഇറങ്ങിയ ആടിപ്പെറുക്ക് എന്ന് പറയുന്ന സിനിമയിലെ മനോഹരമായിട്ടുള്ളൊരു ഗാനമാണത്. ആടിപ്പെറുക്ക് ദിവസത്തിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. അതും കാവേരി ഓരത്തിലാണ് നിൽക്കുന്നത്. അതായത് ആടി 18 എന്നാണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത. புது தம்பதிக்கு வந்து புது நூல் வச்சு சாமி கும்பிடுவாங்க. அது புது கல்யாணம் ஆனவங்க புது பொண்ணு இந்த மாலை நூல் இதெல்லாம் வச்சு சாமி வந்து காவேரி ஆற்றுல அப்படியே விட்டுருவாங்க. சாமி கும்பிட்டுட்டு ஆற்றுல அப்படியே விட்டுருவாங்க. புது தம்பதிக்கு அவங்க வீட்டில் இருக்க விட மாட்டாங்க. பொண்ணை கூட்டிகிட்டு வந்து அவங்க வீட்டில் கொண்டு வருவாங்க. பெண் வீட்டார் வந்து கூட்டிகிட்டு வந்து வீட்டில் வச்சுக்குவாங்க. തമിഴ് കലണ്ടറിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ദിവസമാണ് ആടി 18 കേട്ടോ. അപ്പോൾ ആടി 18-ാം തീയതി തമിഴ്നാട്ടിലെ കരൂർ ജില്ലയിലെ കുളിത്തലൈ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കേരളത്തിലും കർണാടകയിലൊക്കെ മഴ പെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ മഴ പെയ്ത് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് എത്തുന്ന ഫ്രഷ് വാട്ടർ, അതായത് കാവേരി നദിയിലൂടെ ജലം ഒഴുകി ഇങ്ങനെ ഇവിടെ എത്തുന്ന ഒരു ദിവസമായിട്ടാണ് ഇവർ ആടി 18-നെ കണക്കാക്കുന്നത്. ആദ്യമായിട്ട് ഈ വർഷം എത്തുന്ന ആ ഒരു ഫ്രഷ് വാട്ടറിനെ പൂജിക്കുന്ന ഒരു ദിവസമാണിത്. ഞാൻ ഇവിടേക്ക് യാത്ര തിരിക്കുന്നതിന് മുന്നേ എന്നെ ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കിയപ്പോൾ ഏത് നിമിഷവും ഇവിടെയൊക്കെ ഫ്ലഡ് അഫക്റ്റ് ചെയ്യാന്നുള്ളൊരു ഇത് കണ്ടായിരുന്നു കേട്ടോ. റിവർ ഇങ്ങനെ ഏകദേശം ബോർഡറിൽ വന്ന് നിൽക്കുക. അപ്പോൾ ഇന്ന് തൊട്ടാണ് ഇവർ വിത്ത് വിതയ്ക്കാൻ തുടങ്ങുന്നതും കൃഷി ചെയ്യാൻ തുടങ്ങുന്നതും ഒക്കെ. അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻസിന് വേണ്ടിയിട്ടാണ് ഈ കാവേരി റിവറിൽ ഇങ്ങനെ ഒരു പൂജ നടക്കുന്നത്. ഇന്നിപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിൽ പ്രളയം ഉള്ളതുപോലെ തന്നെ ഇവിടെയും നദി കര കവിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരെയും നദിയിലേക്ക് ഇറക്കുന്നില്ല. അതിന് പകരം ഇതിൻ്റെ സൈഡിലൂടെ അതിൻ്റെ ഒരു ചെറിയ നീർച്ചാല് പോകുന്നുണ്ട്. അപ്പോൾ അതിലാണ് എല്ലാവരും ഇറങ്ങി നിന്ന് ചരടൊക്കെ ഒഴുക്കി വിടുന്നതും ഇവിടെയാണ് പൂജകളൊക്കെ നടത്തുന്നത്. അപ്പോൾ ആടി 18 എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ അത്രയും ഫേമസ് ആയിട്ടുള്ളൊരു ഡേ ആണ്. അപ്പോൾ കാവേരി തീരത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ വലിയ പൂജകളൊക്കെ നടക്കുന്ന ഒരു ദിവസമാണെന്ന്. നമ്മൾ വന്നിരിക്കുന്നത് ആടി 19-ലേക്കാണ് കേട്ടോ. അതായത് നാളെ ഇവിടെ ഞാൻ പറഞ്ഞ ആ ഒരു നാട്ടിലേക്ക് നമ്മൾ പോകാൻ പോവുകയാണ്. അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത് തന്നെ. ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ നമ്മൾ കുളിത്തല എന്ന നമ്മുടെ മഹാധനപുരത്തേക്ക് പോവുകയാണ് കേട്ടോ. ആക്ച്വലി ഇന്നലെ നമ്മൾ വന്ന നമ്മുടെ വേളാങ്കണ്ണി ബസ് ഇതുവഴിയാണ് പാസ് ചെയ്ത് പോകുന്നത്. പക്ഷേ ഈ മഹാധനപുരത്ത് ഞാൻ നോക്കിയപ്പോൾ നിലവിൽ ഹോട്ടൽസ് ഒന്നും സ്റ്റേ ചെയ്യാനായിട്ടില്ല. അപ്പോൾ നമ്മൾ കുളിത്തലയിൽ സ്റ്റേ ചെയ്തിട്ട് രാവിലെ തന്നെ ഒരു ജസ്റ്റ് 20 കിലോമീറ്റേഴ്സാണ് നമുക്ക് ഇവിടത്തേക്കുള്ള ദൂരം. രാവിലെ ഒരു ബസ്സിൽ നമ്മൾ മഹാധനപുരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മഹാധനപുരം. ഹായ്, எப்படி இருக்கீங்க? நல்லா இருக்குங்களா? உங்களுக்கு டெம்பிள் மகாதனபுரம் டெம்பிள் தானே போகுது? നമ്മളെല്ലാവരും മഹാധനപുരം എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഇറങ്ങി കേട്ടോ. അതായത് കരൂരിൽ നിന്ന് ഏകദേശം ഒരു 30 കിലോമീറ്റർ ഉണ്ടായിരുന്നു ഇവിടത്തേക്കുള്ള ദൂരം. ഇവിടെ ബസ് ഇറങ്ങിയിട്ട് ആ ടെമ്പിളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പറഞ്ഞ ആ ക്ഷേത്രം. ഇവിടെയാണ് ആൾക്കാരുടെ തലയിൽ ആ തേങ്ങ ഉടയ്ക്കുന്ന കേട്ടോ. അപ്പോൾ കുറച്ച് ഭക്തർ എൻ്റെ കൂടെ ഉണ്ട്. അങ്ങ് വന്ന് ആൾക്കാരുടെ തലയിൽ തേങ്ങ ഉടച്ചിരും ഇന്നേക്ക് ഒരു നാൾ മട്ടും. അപ്പോൾ ഇവരൊക്കെ അത് കാണാനും ചിലരൊക്കെ അത് ഉടയ്ക്കാനും വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ. നമ്മളിൽ പലരും ഇത് ആദ്യമായിട്ടായിരിക്കും കാണാൻ പോകുന്നത്, റിയലൈസ് ചെയ്യാൻ പോകുന്നത് അല്ലേ. എങ്ങനെയാണത് തലയിൽ ഉടയ്ക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത് കേട്ടോ.
കാരണം നമ്മുടെയൊക്കെ വീട്ടിൽ തന്നെ നമ്മളൊക്കെ തേങ്ങ ഇനി പാറയിൽ ഉടച്ചാലും അല്ലെങ്കിൽ കല്ലിൽ ഉടച്ചാലും വെട്ടുകത്തിക്ക് ഉടച്ചാലും തന്നെ ഉടയാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അതെങ്ങനെ തലയിൽ ഉടയ്ക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത് കേട്ടോ. എന്തായാലും നമ്മളിത് ടെമ്പിളിനോട് അടുക്കാറായി. ഒരുപാട് ഭക്തരുണ്ട് കേട്ടോ. അത് എല്ലാവരും ബസ് ഇറങ്ങി രാവിലെ നടന്ന് വരുന്നതേ ഉള്ളൂ. നമ്മളിവിടെ ഇങ്ങനെ നടക്കുമ്പോൾ അതേ സൂര്യൻ അവിടെ അങ്ങനെ ഉദിച്ചു വരുന്നു. ഇത് ശരിക്കും പറഞ്ഞ ഒരു ഗ്രാമം, നമ്മൾ ഈ അഗ്രഹാരം പോലത്തെ സ്ഥലമാണ് കേട്ടോ. രണ്ട് സൈഡും അങ്ങനെയുള്ള വീടുകളും. അയ്യർ വീട് நோம்பிக்கு வர்றப்ப எல்லாம் வந்து தங்கிக்குவாங்க, படுத்துக்குவாங்க. காலியா இருக்கும், படுத்துக்கலாம். ஃப்ரீயா தங்கிக்கலாம். ஃப்ரீயா தங்கிக்கலாம், காசு கொடுத்தும் தங்கிக்கலாம். இங்க ஏன்னா யாருமே இல்ல வீட்டுக்குள்ள, அவரெல்லாம் எங்க போச்சு? இங்க உள்ளவங்க எல்லாம் வேலை தேடி வெளியூர் போயிருவாங்க. ഓ, നമ്മൾ ഈ മഹാധനപുരം ടെമ്പിളിലേക്ക് പോകുമ്പോൾ രണ്ട് സൈഡ് നമുക്ക് കാണാൻ പറ്റുന്നത് നിറയെ ഇതുപോലത്തെ അയ്യർ മഠങ്ങളാണ്. അപ്പോൾ ഇതെന്താണ് ഇത്രയും അയ്യർ മഠങ്ങളെന്ന് ഞാൻ ചോദിച്ചപ്പോൾ വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ നിറയെ അയ്യർസ് താമസിച്ചിരുന്നു എന്നുള്ളതാണ്. എന്നാൽ കാലക്രമേണ അവരെല്ലാം ഇവിടെ ജീവിക്കാൻ വയ്യാതാവുകയും സാഹചര്യങ്ങൾ അനുവദിക്കാതാവുകയും വലിയ നഗരങ്ങളിലേക്ക് ചേക്കേറുകയും ചെയ്തു. അപ്പോൾ അവരുടെ ഈ മഠങ്ങളെല്ലാം, അയ്യർ മഠങ്ങളെല്ലാം ഇന്ന് അടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഉത്സവത്തിൽ പങ്കെടുക്കാൻ വരുമ്പോൾ ഭക്തർക്ക് ഇവിടെ ഫ്രീ ആയിട്ടും അല്ലെങ്കിൽ കാശ് കൊടുത്തുമൊക്കെ താമസിക്കാമെന്നുള്ളതാണ്. ദെൻ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും കേട്ടോ, ഏകദേശം ഒരു 70% മഠങ്ങളും ഒഴിഞ്ഞു കിടക്കുകയാണ്. ബാക്കി വരുന്നൊരു 30% ഉണ്ടല്ലോ, അത് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എവിടെയൊക്കെ ഓരോന്ന് ഇടിഞ്ഞു പൊളിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വർഷങ്ങൾക്ക് മുന്നേ വലിയ ഒരു ഗ്രാമമായിരുന്ന ഇവിടെ ഇന്നിങ്ങനെ ഒരു അവശേഷിപ്പ് മാത്രമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിച്ച പോലെ അല്ല കേട്ടോ, അത്യാവശ്യം നല്ല ക്രൗഡുണ്ട്, വലിയ പാർക്കിംഗ് ഒക്കെയാണ്. ഇതിപ്പോൾ രണ്ടാമത്തെ പാർക്കിംഗ് ആണ്. അവിടത്തേക്ക് ബസ് സർവീസ് ഉണ്ട്. നമ്മളിപ്പോൾ ഇറങ്ങി ജസ്റ്റ് മെയിൻ റോഡിൽ ഇറങ്ങിയിട്ട് നടന്നു വരികയായിരുന്നു കേട്ടോ. ഇതേപോലെ 2-3 ഉണ്ട് ഇവിടെ. മേട്ടു മഹാധനപുരം മഹാലക്ഷ്മി കോവിൽ. നമ്മൾ അങ്ങനെ കോവിലിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഹായ്, எப்படி இருக்குங்க? நல்லா இருக்குது. நீங்க வந்து எந்த ஊருங்க? ஓ, திண்டுக்கல். திண்டுக்கல் இருந்து இங்க இருந்து தேங்காய் உடைக்கிறதுக்காக வந்திருக்கீங்களா? உடைச்சிருச்சா? இன்னும் உடைக்க போறேன். தலையில உடைக்குமா? அப்ப தலைக்கு ஒன்றும் ஆகாதா? சரி, எப்போ இது ஸ்டார்ட் பண்ண போறேன்? ജസ്റ്റ് ഇപ്പോൾ ഒരു 9 o'clock இந்த ടൈമിൽ സ്റ്റാർട്ട് பண்ணிடுவாங்க. ഓ, 9 o'clock ആയിട്ടു. യെസ്, നമ്മളിങ്ങനെ നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരാൾ വന്ന് ചോദിച്ചു, ശബരി ഇത് ട്രാവലർ അല്ലേ നേട്ടാ? ഞെട്ടിപ്പോയി. ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്നെ അല്ലാതെ വേറൊരു മലയാളി ഇവിടെ കണ്ടില്ല. അപ്പോൾ അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഹായ്, എവിടെ ഇരിക്കുക? നല്ല ഇരിക്കുക. നിങ്ങളുടെ പേര് എന്ത്? ദിനേശ്. ദിനേശ് എന്നെ ഒരിക്കലും മറക്കില്ല കേട്ടോ. കാരണം എൻ്റെ ചാനൽ കണ്ടാലും മറക്കില്ല, അല്ലെങ്കിൽ എന്നെ മറക്കത്തില്ല. കാരണം ദിനേശിന് ഒരു ഫർണിച്ചർ ഷോപ്പാണ് കോയമ്പത്തൂർ. അതിൻ്റെ പേരെന്താ? ശബരി എന്റർപ്രൈസസ്. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ ദിനേശ് ഇവിടെ വന്നതെന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു കുലദൈവമാണ് ഈ ടെമ്പിൾ എന്നുള്ളതാണ് കേട്ടോ. ഈഗിൾ വരും. ഈഗിൾ വന്ന പിന്നെ നമ്മൾ തേങ്ങ ഉടയ്ക്കാറ്. അങ്ങനെ നമ്മൾ മകരവിളക്ക് പോലെ എല്ലാ വർഷവും ഈഗിൾ വരും. അതായത് ദിനേശ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ രാത്രി വരെ നമുക്ക് സാമിയെ കാണാമായിരുന്നു. ഇനി നമുക്ക് സാമിയെ കാണണമെങ്കിൽ ഇവിടെ ഈഗിൾ വന്ന് ഇതിന് പെർമിഷൻ കൊടുക്കണം. ഈ തേങ്ങ ഉടയ്ക്കുന്നതിന് പെർമിഷൻ കൊടുത്ത് തേങ്ങ ഉടച്ചതിന് ശേഷം മാത്രമേ ഇനി ടെമ്പിളിനകത്തേക്ക് ആൾക്കാരെ പ്രവേശിപ്പിക്കുള്ളൂ എന്നാണ് കേട്ടോ. ഇതേ ഇവിടുത്തെ രഥമാണ്. ഈ രഥം ഇന്നലെ വൈകുന്നേരം ഈ ഗ്രാമങ്ങളിലൊക്കെ ചുറ്റി ഭക്തരെയൊക്കെ കണ്ട് അവിടെയൊക്കെ തേങ്ങ ഉടച്ചിട്ട് ഇവിടെ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. മേട്ടു മഹാധനപുരം മഹാലക്ഷ്മി ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. തമിഴ്നാട്ടിലെ കരൂർ ജില്ലയിലെ കൃഷ്ണരായപുരം താലൂക്കിലെ മേട്ടു മഹാധനപുരം അരുൾമികു മഹാലക്ഷ്മി ക്ഷേത്രം കാവേരി നദിയുടെ തീരത്തെ വിജയനഗര ചക്രവർത്തി ശ്രീ കൃഷ്ണദേവരായ 1509 1529 ഇടയിൽ നിർമ്മിച്ചതാണ്. കന്നഡ സംസാരിക്കുന്ന കുറുമ്പ സമുദായക്കാരും 24 മനൈ തെലുങ്ക് ചെട്ടിയാന്മാരുടെയും ഒരു കുലദൈവമായിട്ടാണ് മഹാലക്ഷ്മി ക്ഷേത്രത്തെ കണക്കാക്കുന്നത്. എന്നിരുന്നാലും എല്ലാ സമുദായത്തിൽപ്പെട്ട ഹിന്ദുക്കളും വന്ന് പ്രാർത്ഥന ചെയ്ത് പൂജകൾ നടത്തി പോരുന്നു എന്നുള്ളതാണ്. ഈ മഹാലക്ഷ്മി ദേവി എന്ന് പറയുന്നത് സമ്പത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും ദേവതയായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം മേ ബി മഹാധനപുരം എന്ന് പേര് വന്നത് കേട്ടോ. എനിക്ക് വയ്യ കേട്ടോ. എൻ്റെ അമ്മ, ഇത് വേറെ ലെവല് നോക്കി. എന്തോരം ആൾക്കാരാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ളത്. നമ്മുടെയൊക്കെ നാട്ടിൽ പലർക്കും ഇങ്ങനെ ഒരു ഉത്സവം ഇവിടെ നടക്കുന്നുണ്ടെന്ന് പോലും അറിയത്തില്ല അല്ലേ. എവിടെ നിന്നൊക്കെയാണ് ആൾക്കാർ വന്നിരിക്കുന്നതെന്ന് അറിയോ? ഇവിടെ വരുമ്പോഴേ നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നതെന്ന് പറയുന്നത് ഇവിടുത്തെ വിവിധ തരം തലകളാണ് കേട്ടോ. അതായത് എല്ലാവരും ഇങ്ങനെ തലയിൽ തേങ്ങ പൊട്ടിക്കാനിരിക്കുകയല്ലേ. അപ്പോൾ നമ്മൾ എല്ലാവരുടെയും തല ഒന്നും അറിയാതെ നോക്കിപ്പോകും. നല്ല മുടിയുള്ള തലകളുണ്ട്, മുടി കുറഞ്ഞ തലകളുണ്ട്, മൊട്ടയടിച്ച തലകളുണ്ട്, ചെറിയ കഷണ്ടിയായിട്ടുള്ള തലകളുണ്ട്, ദുർബലമായ തലകളുണ്ട്, ശക്തിയായിട്ടുള്ള തലകളുണ്ട്. ഇവിടെ നോക്കി, ഇദ്ദേഹമൊക്കെ പ്രായമായ ഇദ്ദേഹത്തിൻ്റെയൊക്കെ തല തെങ്ങടിക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതാണ്. ഇത് നോക്കിയേ, നല്ല മൊട്ടത്തല.
ഇതിലൊക്കെ തേങ്ങ കൊള്ളുമ്പോഴേ തേങ്ങയുടെ ചിരട്ട കൊണ്ട് മുറിയത്തില്ലേ എന്നുള്ളതാണ് എൻ്റെ ഡൗട്ട്. ഇത് യൂത്തുകൾ അവരുടെ തലകളുമായിട്ട് വരുന്നൊരു കാഴ്ചയാണ് ഈ കാണുന്നത്. പിന്നെ ആകെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് കുട്ടികളുടെ തല മാത്രം ഇവിടെ ഇല്ല. ഈ ക്ഷേത്രത്തിൽ വന്ന കുറച്ച് VIP-കളാണ് ഇതൊക്കെ. അപ്പോൾ ഇവരെയൊക്കെ ഞാൻ പരിചയപ്പെട്ടു. എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതങ്ങനെ തേങ്ങ ഉടയ്ക്കാനായിട്ട് വലിയവനെന്നോ ചെറിയവനെന്നോ ഒന്നും ഇല്ല കേട്ടോ. എല്ലാവരും വരുന്നുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ടോക്കൺ എടുക്കണം കേട്ടോ. അപ്പോൾ ആ ടോക്കൺ അനുസരിച്ചിട്ടാണ് നമ്മൾ കയറിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഒരു ദിവസത്തേക്ക് 600 ടോക്കണാണ് അവർ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അതായത് ഏകദേശം 600 പേർക്ക് തലയിൽ ഇന്ന് തേങ്ങ ഉടയ്ക്കാന്നുള്ളതാണ്. ദേ കാണുന്നുണ്ടോ? ഇത് കാണുന്നുണ്ടോ? ഇതാണ് നമ്മുടെ ദിനേശ് നേരത്തെ പറഞ്ഞത്. അതായത് പരുന്ത് ഇങ്ങനെ വട്ടം ചുറ്റി പറക്കും എന്നുള്ളത്. ഇതെന്താണ് ഇതിലെ പിന്നിലെ സയൻസ് എന്നുള്ളത് നമുക്കൊന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. അതായത് നമ്മുടെ ശബരിമലയിൽ നമുക്കറിയാമല്ലോ. ഇപ്പോൾ ഇവിടെയും ഈ ഒരു കറക്റ്റ് ടൈമിൽ ഈ പരുന്ത് എല്ലാ വർഷവും വന്ന് പരുന്ത് ഇങ്ങനെ വട്ടമിട്ട് ചുറ്റി പറന്ന് അനുവാദം കൊടുത്തിട്ടാണ് ഇത് തുടങ്ങുന്നതെന്നുള്ളതാണ്. എല്ലാ വർഷവും പരുന്ത് കറക്റ്റായിട്ട് വരും എന്നുള്ളതാണ് കേട്ടോ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു മെറ്റീരിയലായിട്ട് തന്നെ റിസർച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യേണ്ട കാര്യങ്ങളാണ്. പരുന്ത് വന്നു കഴിഞ്ഞതും നമ്മുടെ പൂജാരി ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന് ഇവിടെ ദീപം തെളിയിച്ച് തുടങ്ങി. ഇനി ഇവിടുത്തെ ആഘോഷങ്ങൾക്ക് അങ്ങോട്ട് തുടക്കമായി. തേങ്ങ ഉടയ്ക്കാനൊക്കെ സമയമായി. എൻ്റെ അമ്മോ, തുടങ്ങി. അതൊക്കെ നമ്മൾ പലർക്കും ചിലപ്പോൾ കണ്ടു നിൽക്കാൻ പോലും പറ്റത്തില്ല കേട്ടോ. പുതിയതായിട്ട് വരുന്നവർക്കൊക്കെ നല്ല ടെൻഷനും പേടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലൊരു ചേച്ചി ഇതേ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് നമുക്കൊന്ന് ചോദിക്കാം. എന്താ ഫസ്റ്റ് ടൈം பயம் இருக்கு, அதே மாதிரி பிரச்சனைகளாகவே இருக்கு. எல்லாமே சாமி பார்த்துப்பாங்கன்னு நினைக்கிறேன். நான் பாதி சாமி, தெய்வம் பாதி தானே, அந்த இதில் இருக்கு. ഓ അതെ, ഒരേ ഒരു പൂജാരിയാണ് ഇങ്ങനെ അടിച്ചടിച്ച് പോകുന്നത് കേട്ടോ. അദ്ദേഹത്തിനെ സമ്മതിക്കണം. കാരണം ഈ 600 പേരെ ഏകദേശം 2 മണിക്കൂർ കൊണ്ട് അടിച്ചു തീർക്കുമെന്നാണ്. വിത്തിൻ സെക്കൻഡ്സ് ആണ് ഓരോരുത്തർ അടിച്ചു പോകുന്നത്. 1 മിനിറ്റിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 10-30 പേരെ തീർക്കും. ആ തീരുന്നവർ അപ്പം തന്നെ ഇറങ്ങി മാറിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത റോയിലേക്ക് വീണ്ടും കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ സ്റ്റോപ്പ് ആവുന്നതേ ഇല്ല. ഇടയ്ക്ക് ബ്രേക്കൊന്നും ഇല്ല. തുടങ്ങി ഒരു അറ്റത്ത് നിന്ന് ഇങ്ങനെ കറങ്ങി വരും. അടുത്ത റോയിലേക്ക് കയറും. അവിടെ നിന്ന് അവരെ ഫിനിഷ് ചെയ്ത് അടുത്ത റോയിലേക്ക് വരും. അപ്പോൾ അതിനനുസരിച്ച് ഈ തീരുന്നവർ കഴിഞ്ഞവർ മാറിയിട്ട് പുതിയ ആൾക്കാർ കയറിക്കൊണ്ടേയിരിക്കും. അതായത് ഒരു സമയം അറ്റേ ടൈം എനിക്ക് തോന്നുന്നു ഒരു 10-100 പേർക്കൊക്കെ ഇരിക്കാൻ പറ്റത്തുള്ളൂ. ഈ ചേച്ചിയൊക്കെ അടിച്ചിട്ട് പോവുക കേട്ടോ. തലയ്ക്കൊന്നും വലിയ പരിക്കൊന്നും കാണാനില്ല. ഓ സീൻ കൗണ്ടർ. അതെ, ഈ ചേച്ചിയുടെ തല പൊട്ടിയിട്ടുണ്ട്. ചോര ഒലിക്കുന്നുണ്ടോ? ഇങ്ങനെ 2-3 പേരുടെ തല പൊട്ടി ചോര ഒലിക്കുന്നുണ്ട് കേട്ടോ. ഓ ഈ ചേച്ചി ഒരേ സീനാണ് കേട്ടോ. തേങ്ങ ഉടക്കുന്നതിന് മുന്നേ തന്നെ നിലവിളിയായിരുന്നു. ഇത് ഇപ്പോൾ ഉടച്ചു കഴിഞ്ഞപ്പോഴും ഒരേ നിലവിളിയാണ്. കുറച്ച് മൈൻഡൊക്കെ സ്ട്രോങ് ആയിട്ടുള്ളവർക്ക് ഇതൊക്കെ ഫുള്ള് കണ്ടു നിൽക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ആലോചിക്കുന്നത് ഇവർക്കൊന്നും തലയിൽ വേദന എടുക്കൂല എന്നുള്ളതാണ്. ഒരു തല എവിടെയെങ്കിലും ചെന്ന് മുട്ടിയാൽ തന്നെ നമുക്ക് വേദന എടുക്കൂലേ നല്ല രീതിയിൽ. ഈവൻ നമ്മൾ എഴുന്നേൽക്കുമ്പോഴൊക്കെ എവിടെയെങ്കിലും മുട്ടിയാൽ തന്നെ നമുക്ക് തല നല്ല വേദന എടുക്കാറുണ്ട്. തല നീരടിക്കാറുണ്ട്, അല്ലെ മുഴ പോലെ വരാറുണ്ട്. സിസ്റ്റർ എപ്പടി ഇരുന്നത്? പെയിൻ എടുക്കുന്നതാ? ഇല്ല. ഇനി ഈ ക്ഷേത്രത്തിൽ എന്തിനാണ് ഇങ്ങനെ തേങ്ങ ഉടയ്ക്കുന്നത്, അതിൻ്റെ പിന്നിലെ ഐതിഹ്യമാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. സോ അതിൻ്റെ പിന്നിലെ കഥ എന്താണെന്ന് വെച്ചാൽ, വർഷങ്ങൾക്ക് മുന്നേ ട്രെയിനിൻ്റെ സൗണ്ട് കേൾക്കുന്നു കേട്ടോ. പറയാൻ വന്നപ്പോൾ കറക്റ്റ് അത് കൂകിയെന്നുള്ളതാണ്.
അതായത് ഇതിന് തൊട്ട് ചേർന്ന് ഇപ്പോൾ റെയിൽവേ ലൈൻ പോകുന്നുണ്ട്. വർഷങ്ങൾക്ക് മുന്നേ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന സമയത്ത് ഈ ക്ഷേത്രം നിന്ന സ്ഥലത്തിലൂടെയാണ് ഈ റെയിൽവേ ട്രാക്ക് അവർ പ്ലാൻ ചെയ്തത്. അപ്പോൾ അത് നടപ്പിലാക്കാൻ വന്നപ്പോൾ ഇവിടെയുള്ള ജനങ്ങൾ അതിന് സമ്മതിച്ചില്ല. അതായത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിലൂടെ അല്ലെങ്കിൽ ക്ഷേത്രം പൊളിച്ചുകൊണ്ട് അങ്ങനെ ഒരു ട്രാക്കിന് അവർ അനുവാദം കൊടുത്തില്ല, അവർ സമ്മതിച്ചില്ല എന്നുള്ളതാണ്. സോ ദാറ്റ് ടൈം ബ്രിട്ടീഷുകാരെന്ത് ചെയ്ത് ഈ ജനങ്ങളുടെ മുന്നിലേക്ക് ഒരു നിബന്ധന വെച്ചു. അതായത് ഇത്രയുള്ള വലിയ പാറക്കല്ലുകൾ കൂട്ടിയിട്ടിട്ട് അവരോട് പറഞ്ഞു, തല കൊണ്ട് നിങ്ങൾ ഈ പാറക്കല്ലുകൾ പൊട്ടിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറാം, ഇതുവഴി ട്രാക്ക് വലിക്കില്ലെന്ന് പറഞ്ഞു. സോ അങ്ങനെ ഇവിടെ ഉള്ള ജനങ്ങൾ തല കൊണ്ട് ആ പാറക്കല്ലുകൾ പൊട്ടിച്ചെന്നാണ് കേട്ടോ. അങ്ങനെ അതിൽ അന്തം വിട്ടുപോയ ബ്രിട്ടീഷുകാർ ആ ലൈൻ കുറച്ച് മാറി ഇപ്പുറത്തെ സൈഡിലൂടെ വലിച്ചു. ഇന്ന് അതുകൊണ്ട് ആ ക്ഷേത്രം അങ്ങനെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലെ ഒരു കഥ എന്ന് പറയുന്നത്. இது பாரம்பரியமாக எங்கள் தாத்தா பாட்டி காலத்துலேருந்து முன்னோர்கள் காலத்துலேருந்து இந்த கோயிலை வழிபட்டுருக்குறாங்க. அப்போ அந்த கோயில் வழியாக ஒரு ரயில்வே ட்ராக் வர்றதாக கவர்மெண்ட் சொல்லிச்சு. அப்போ நாங்கள் இந்த கோயிலில் தேங்காய் உடைச்சி வழிபடுறோன்னு எங்கள் முன்னோர்கள் தாத்தா கூட சொன்னாங்க. ஓ, இந்த தேங்காய் உடைச்சி தான் நீங்கள் இது பண்ணுறீங்களா, அப்போ நாங்கள் கொடுக்குற தேங்காய் நீங்கள் உடைப்பீங்களா அப்படின்னு கேட்டாங்க. ஓ கொடுங்க உடைக்கிறோன்னு காட்டி அவங்க பாறைக்கல் தச்சோட பாறைக்கல்லாக இருக்கிற இது கொடுத்தாங்க. நாங்கள் அந்த நாளில் அதே அவங்க கொடுத்த பாறைக்கல்ல தேங்காயாக நினச்சி உடைச்சோம். அது ரெண்டாக உடைஞ்சிது. அப்போவே அவங்க வந்து அந்த ட்ராக்கை இங்கே விட்டுட்டு வேறு பக்கம் மாற்றிட்டாங்க. தெய்வம் சக்தி வாய்ந்ததுன்னு நினச்சி அவங்க இதில் பின்வாங்கிட்டாங்க. அதுலேருந்து நாங்கள் இன்ன வரைக்கும் நேர்ச்சி கடன் செய்துட்டுருக்கோம். இப்போ கூடி நான் தலையில் தேங்காய் உடைச்சிட்டு தான் வந்து உட்காந்துருக்குறேன். അതായത് ഞാൻ പറഞ്ഞതിലൊരു ചെറിയ വ്യത്യാസം. ആ സമയത്ത് ബ്രിട്ടീഷുകാർ നിങ്ങളെല്ലാ തേങ്ങയും ഉടയ്ക്കുമോ, എന്നാൽ ഞങ്ങൾ തരുന്ന തേങ്ങ ഉടയ്ക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് മാറിപ്പോകാം എന്ന് പറഞ്ഞിട്ടാണ് വലിയ പാറക്കല്ലുകൾ കൊടുത്തത്. തേങ്ങ എന്ന് പറഞ്ഞിട്ട് ഈ പാറക്കല്ലുകൾ കൊടുക്കുകയും അത് ഇവിടുത്തെ ജനങ്ങൾ ഉടയ്ക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ അന്ന് മുതൽ ഇവിടുത്തെ ജനങ്ങളുടെ തലയുടെ ശക്തി അപാരമാണെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ആചാരം ഈ ഒരു സ്ഥലത്ത് മാത്രം ഇങ്ങനെ നടക്കുന്നത് കേട്ടോ. ഞാനിവിടെ വന്നപ്പോൾ ഞെട്ടിച്ചടഞ്ഞു. ഞാനല്ലാതെ വേറെ കുറേ മലയാള ശബ്ദങ്ങൾ കേട്ടോ. അപ്പം ഞാനിത് ആരെ ഇവിടെ മലയാളികളെന്ന് നോക്കിയപ്പോൾ കുറേ മലയാളം സംസാരിക്കുന്നത് നമ്മൾ അയൽ ജില്ലക്കാരാണ്, നമ്മളെ തൊട്ട അയൽവക്കക്കാരാണ്. അവരെ നമുക്ക് പരിചയപ്പെടാം. ഹായ്, നിങ്ങളെങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു? നിങ്ങളെ കുലദൈവമാണ്. അതായത് ഇവിടെ രണ്ട് സമുദായക്കാരുടെ കുലദൈവമല്ലേ? ഒന്ന് ചെട്ടിയാന്മാരും കുറുമ്പ കൗണ്ടർ. അപ്പൊ നിങ്ങളേതാ? ചെട്ടിയാന്മാരും. ഓക്കെ ഓക്കെ. ഞങ്ങൾ 30 വർഷമായി വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ നേർച്ച വന്നിട്ട് ഇപ്പോൾ 4 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓ, ഇത് തേങ്ങ തലയെ പൊട്ടിക്കുമ്പോഴത്തേക്ക് വേദനയൊന്നുമില്ല? വേദനയൊന്നും അറിയില്ല. ദൈവം ഉള്ളിലേക്ക് അമ്പലത്തിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞു പറഞ്ഞാൽ പിന്നെ നമുക്ക് ആ പേടി അങ്ങനെ ഒന്നും തോന്നിക്കില്ല. ഒന്നുമില്ല. നമുക്ക് നമ്മുടെ മേത്ത് ദൈവം ഉള്ളമാര് നമുക്കൊരു ഫീൽ ഉണ്ടാവും. ഇതിപ്പോ എത്ര വർഷമായിട്ട് ചെയ്യുന്നു? ഞാൻ 4 വർഷമായിട്ട് ചെയ്യുന്നു. 4 വർഷമായിട്ട് ഇപ്പൊ ഒരു കുഴപ്പമില്ല? തലയിൽ ചെറിയ മുറിവ് ഒന്നും ഒന്നുമില്ല. ഈ 4 വർഷമായിട്ട് എനിക്കൊരു പ്രശ്നമില്ല. സ്ഥലം എവിടെയായിരുന്നു? പാലക്കാടാണ്. പാലക്കാട് ഡിസ്ട്രിക്ട് വടക്കഞ്ചേരി. വടക്കഞ്ചേരി നമ്മുടെ തൊട്ടടുത്ത്. ഓക്കെ, ശരി. ഞാൻ തൃശ്ശൂർക്കാരനാ. ഓക്കെ, അപ്പൊ എന്തായാലും കണ്ടതിൽ സന്തോഷം. ഓക്കെ, കാണാം. എന്റെ ചാനലിന്റെ പേര് ശബരീത ട്രാവലർ എന്നാ. ശബരീത ട്രാവലർ, ശബരിമല. ഓക്കെ. യെസ് ഫ്രണ്ട്സ്, അപ്പോൾ അത്യപൂർവമായിട്ടുള്ള ഒരു തമിഴ്നാട്ടിലെ ഒരു കാഴ്ച നിങ്ങളിലേക്ക് എത്തിച്ചിട്ട് നമ്മൾ യാത്ര തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെയാണ് ഈ വീഡിയോയിൽ നിന്ന് കിട്ടുന്ന ഫുൾ റവന്യൂ, അതിപ്പോൾ എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മൾ അത് വയനാട്ടിലേക്ക് സംഭാവന ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഇത് കാണുന്നതിലൂടെ നിങ്ങളുടെയും ഒരു ചെറിയ സംഭാവന അതിലേക്ക് വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വയനാട്ടിലേക്ക് നമുക്കും ഒരു സഹായം എത്തിക്കാൻ പറ്റട്ടെ. இந்த வீடியோன்னு கிடைக்கிற ஃபுல் ரெவன்யூ நம்ம வந்து வயநாட்டுக்கு டொனேட் பண்ணுவேன். ஸோ நீங்களும் வந்து கண்டிப்பாக இது வந்து ஷேர் பண்ணி சப்போர்ட் பண்ணிவிடுங்க. അപ്പോൾ മറുപടി വീണ്ടും സന്ധിக்கலாம். അപ്പോൾ അടുത്ത ഇതുപോലുള്ള അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ ഇത്തരം വെറൈറ്റി വീഡിയോസിനായിട്ട് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഓക്കെ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റയിലും ഞാൻ യാത്രാ വിവരണങ്ങളും കുറേ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പറ്റുന്നുള്ളവർ അതും കൂടെ ഫോളോ ചെയ്തേക്കണം.